ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമുള്ള കപ്പയും മീൻ കറിയുമാണ്. അപ്പോൾ നമ്മൾ ഈ മീൻ കറി ഉണ്ടാക്കുന്നത് മത്തി മീൻ വെച്ചിട്ടാണ്. മത്തി മുളകിട്ടത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിൽ എൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് കപ്പ കുഴച്ചതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേയധികം കപ്പയുടെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാം കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പാൽക്കപ്പ നല്ല ഹിറ്റായിട്ടുള്ള റെസിപ്പിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, കാണാത്തവരെല്ലാം കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കപ്പയും മത്തിയും ഉണ്ടാക്കാൻ തുടങ്ങാം. മത്തിക്കറി ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ മീഡിയം സൈസിലുള്ള മത്തിയാണ് എടുത്തിരിക്കുന്നത്. മത്തി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയുടെ ഉള്ളിലേക്കൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കുന്നത്. തീരെ ചെറിയ മത്തിയാണെങ്കിൽ ഇതുപോലെ കത്തി കൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ വലിയ മത്തിയാണെങ്കിൽ നമുക്ക് 2 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് കറി ഉണ്ടാക്കാം. ഇനി കറിക്കായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഇഞ്ചിൻ്റെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളി, 3 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചതച്ചെടുക്കാനുള്ളതാണ്. കറിക്ക് ആവശ്യമുള്ള കുടംപുളിയാണിത്. നമ്മൾ ഈ സൈസിലുള്ള 3 കഷ്ണം പുളിയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. പുളി നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചതാണിത്. ഇത് നമ്മൾ നേരിട്ട് കറിയിൽ ഈ വെള്ളവും കൂടി ചേർക്കാനുള്ളതാണ്. അപ്പം വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഒഴിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. കപ്പ കുഴച്ചതുണ്ടാക്കാൻ ആവശ്യമുള്ള കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ വെച്ച് വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാം. അതെല്ലാം നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കപ്പ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഈ വെള്ളം നമുക്ക് ഊറ്റി കളയാനുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കുക്കർ മൂടി കപ്പ പാകത്തിന് കുക്ക് ചെയ്തെടുക്കണം. കുക്കർ സ്റ്റവിൽ വെച്ച് 2 അല്ലെങ്കിൽ 3 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. കപ്പ ഉടച്ചെടുക്കാനുള്ളത് കൊണ്ട് നല്ലതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. കപ്പ കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ടൊരു മൺചട്ടി ചൂടാക്കാം. മൺചട്ടി ചൂടായിരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നാടൻ കറിയെല്ലാം കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാണ് കൂടുതൽ സ്വാദ്. വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ചട്ടി കയ്യിലെടുത്ത് എണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണിത്. മൺചട്ടി ചൂടാകുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോകില്ല. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയിട്ട് മൂപ്പിക്കാം. കറിവേപ്പില മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്നതൊരു നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും നീളത്തിൽ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഉള്ളിയെല്ലാം നല്ലതുപോലെ മൂത്തൊന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി വരുന്നവർ വഴറ്റി കൊടുക്കാം. ഉള്ളിയെല്ലാം മൂത്ത് ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് കറിക്ക് നല്ല കളറും കിട്ടും, നല്ലൊരു കുറുകലും കിട്ടും. നമ്മൾ സാധാരണ എരിവെള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുളക് പൊടി 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്താൽ മതി. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് 1-2 മിനിറ്റ് വഴറ്റിയാൽ മതി. കൂടുതൽ സമയമൊക്കെ വഴറ്റിയിട്ടുണ്ടെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞ് കറിയുടെ കളർ തന്നെ മാറിപ്പോകും. പൊടികളെല്ലാം മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർക്കുമ്പോൾ കൂടി പോകാതെ ശ്രദ്ധിക്കണം. 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 2 നുള്ളി ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ആ വെള്ളത്തോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. പുളി ചേർത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി തൂക്കി കൊടുക്കാം. ഈ കറിയുടെ ഗ്രേവി ഒന്ന് നല്ലപോലെ തിളക്കാൻ അനുവദിക്കണം. ഇപ്പോൾ കറി നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. പുളി നല്ലതുപോലെ ഒന്ന് ചാറിലേക്ക് ഇറങ്ങി വരണം. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായിട്ട് ഇതുപോലെ പെറുക്കിയിട്ട് കൊടുക്കാം. മത്തി ഇട്ടതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അല്ലെങ്കിൽ ചട്ടി കയ്യിലെടുത്തൊന്ന് പതുക്കെ ചുറ്റിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ കറി നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ചട്ടി മൂടി വെച്ചൊരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. അതിന് ശേഷം ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 7 അല്ലെങ്കിൽ 8 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് മൂടി മാറ്റിയതിന് ശേഷം ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യാം. മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് മൂടി മാറ്റിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കറിയെല്ലാം ചെറുതായിട്ട് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. കൂടുതൽ കുറുകി ചാറ് വറ്റി പോകരുത്. കുറച്ച് സമയം ഇരിക്കുമ്പോൾ വീണ്ടും കുറുകി വരും. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം റെഡിയായ കറി ഒരു 10 മിനിറ്റ് മൂടി മാറ്റി വെക്കാം. കുക്കറിൽ ഒരു 3 വിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടതാണ്. ഇപ്പോൾ കപ്പ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കപ്പയിലുള്ള വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. കപ്പയിലുള്ള വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞെടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് കപ്പ ഒന്ന് നല്ലപോലെ ഉടച്ചു കൊടുക്കണം. കപ്പ ഉടച്ചതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ച് ചേർക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 3 അല്ലി വെളുത്തുള്ളി, 6 ചെറിയ ഉള്ളി, 4 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം. കൂടുതൽ അരഞ്ഞു പോകരുത്. ഒരു ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. തേങ്ങ ഈ കാണുന്ന പോലെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും കുക്കർ സ്റ്റൗവിൽ വെച്ച് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. ഇനി അരച്ചെടുത്ത അരപ്പ് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കണം. കപ്പയുടെ നടുവിൽ ഒരു കുഴി പോലെയാക്കി അതിലേക്ക് അരച്ചെടുത്ത അരപ്പിട്ട് കൊടുക്കണം. അരപ്പിട്ടതിന് ശേഷം ഇതിലേക്ക് സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ അരച്ച മിക്സിയുടെ ജാറിലേക്ക് സ്വല്പം വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പിൻ്റെ മുകളിലേക്ക് കപ്പ ഇട്ട് ഒന്ന് പൊത്തി കുറച്ച് സമയം 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നോക്കണം. നല്ല തിക്കായതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കപ്പ നല്ലപോലെ തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും തൂക്കി കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് പാനൊന്ന് മൂടി കുറച്ച് സമയം മാറ്റി വെക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായി നമ്മുടെ കപ്പ കുഴച്ചതും മത്തിക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലുള്ള സിമ്പിൾ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്